അങ്ങനെ 4 ദിവസങ്ങൾക്ക് ശേഷം രാത്രി കഴിഞ്ഞ് നേരം വെളുത്തിരിക്കുന്ന ഒരു മനോഹരമായ ഒരു എപ്പിസോഡാണ്. കൺമണിക്ക് ജാമ്യം കിട്ടാൻ പോവുകയാണ്. ഇന്നത്തെ എപ്പിസോഡിൽ ആദ്യം തന്നെ കാണിക്കുന്നത് കൃഷ വക്കീലിനെയും കൂട്ടിക്കൊണ്ട് പോലീസ് സ്റ്റേഷനിലേക്ക് ചെന്നിരിക്കുകയാണ്. കൺമണിക്ക് ജാമ്യം എടുത്തു കൊടുക്കുന്നതിന് വേണ്ടി രാത്രിയാണ് കൃഷ വക്കീലിനെയും കൂട്ടിക്കൊണ്ട് പോലീസ് സ്റ്റേഷനിലേക്ക് ചെന്നിരിക്കുന്നത്. എന്നാൽ കൃഷ്ണ വക്കീലിന്റെ ഒപ്പം കാണുമ്പോൾ തന്നെ എസ് ഐക്ക് നല്ല ദേഷ്യം വരികയാണ്. തുടർന്ന് എസ് ഐ പിന്നെ ആദ്യമേ തന്നെ വക്കീലെ വെറുതെ ഇവിടെ വന്നിരുന്നവരുടെ സമയം കളഞ്ഞിരുന്നിട്ട് കാര്യമൊന്നുമില്ല, ഞാൻ എന്തായാലും കൺമണിക്ക് ജാമ്യം കൊടുക്കാൻ പോകുന്നില്ല, സ്റ്റേഷൻ ജാമ്യം എന്തായാലും ഞാൻ കൊടുക്കാൻ പോകുന്നില്ല, കൺമണിക്ക് ജാമ്യം വേണമെങ്കിൽ നിങ്ങൾ നാളെ കോടതിയിൽ പോയി വാങ്ങിക്കോളാൻ പറയുകയാണ്, വെറുതെ എന്നെ ബുദ്ധിമുട്ടിക്കരുതെന്ന് പറയുകയാണ്. അത് കേട്ട് കൃഷി പിന്നെ പോലീസിനോട് കൺമണി ഒരു സ്ത്രീയാണ്, കൺമണിക്ക് ജാമ്യം കൊടുക്കാതിരിക്കാനുള്ള എന്ത് കാരണമാണ് ഉള്ളതെന്ന് ചോദിക്കുകയാണ്. കാണാതായ സാധനം ആ തൊണ്ടി മുതൽ ഇപ്പോൾ പോലീസിന്റെ കയ്യിലുണ്ടല്ലോ, കസ്റ്റഡിയിലുണ്ടല്ലോ, പിന്നെ എന്താണ് കൺമണിക്ക് ജാമ്യം നിഷേധിക്കാനുള്ള കാരണമെന്ന് ചോദിക്കുകയാണ്. എന്നാൽ അത് കേട്ട് എസ് ഐക്ക് ദേഷ്യം വരികയാണ്. നീ ആരാടാ എന്നെ ചോദ്യം ചെയ്യാനെന്ന് പറഞ്ഞുകൊണ്ട് എസ് ഐ പിന്നെ കൃഷ്ണനോട് ദേഷ്യപ്പെടുകയാണ്. തുടർന്ന് എസ് ഐ പിന്നെ വക്കീലിനോട് മര്യാദയ്ക്ക് ഇവന് ചുരുട്ടിപ്പറക്കി കൊണ്ടുപോയിക്കോളാൻ പറയുകയാണ്, അതല്ല എങ്കിൽ ഇവന് ഞാൻ ഇവിടെ ചവിട്ടിക്കൂട്ടി കളയുമെന്ന് പറയുകയാണ്. കൺമണിക്കൊപ്പം ഞാൻ ഇവനെയും ഇവിടെ ലോക്കപ്പിലാക്കുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയാണ്. എന്നാൽ അത് കേട്ട് കൃഷി പിന്നെ പോലീസിനോട് ഇന്നൊരു രാത്രി കൊണ്ട് ലോകം അവസാനിക്കാനൊന്നും പോകുന്നില്ല, ഞങ്ങൾ നാളെ കോടതിയിൽ കണ്ടോളാം എന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് എസ് ഐക്ക് ട്രിഗർ ആവുകയാണ്. തുടർന്ന് എസ് ഐ കൃഷിയുടെ കഴുത്തിൽ കുത്തിപ്പിടിച്ച് പുറത്തേക്ക് തള്ളിക്കൊണ്ടുവരികയാണ്. എന്നാൽ ഈ സമയത്ത് വരാന്തിൽ കൺമണി ഇരിക്കുന്നുണ്ടായിരുന്നു. തുറന്ന് എസ് ഐ കൃഷ്ണി കൂട്ടിക്കൊണ്ട് കൺമണിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. തുറന്ന് കൺമണിയുടെ മുമ്പിൽ വെച്ച് കൃഷ്ണ ഭീഷണിപ്പെടുത്തുകയാണ്, ഇനി ഇവനെ ഇവിടെ കണ്ടുപോലും പോകരുത്, ഇനി ഞാൻ ഇവനെ ഇവിടെ കണ്ടാൽ ഇവനിട്ട് ഞാൻ നല്ല പണി കൊടുക്കുമെന്ന് പറഞ്ഞ് കൺമണിയുടെ മുന്നിൽ വെച്ച് കൃഷ്ണനെ ഭീഷണിപ്പെടുത്തുകയാണ്. അതിനുശേഷം കാണിക്കുന്നത് സാഗറിനെയാണ്. സാഗർ അങ്ങനെ കുറെ നേരത്തിന് ശേഷം വീട്ടിലേക്ക് തിരികെ എത്തിയിരിക്കുകയാണ്. എന്നാൽ ഈ സമയത്ത് കൃപ വന്നിട്ട് അച്ഛനോട് എന്തായി അച്ഛാ, ചേട്ടൻ എവിടെയാണെന്ന് ചോദിക്കുകയാണ്. കൺമണിയുടെ കാര്യം എന്തായെന്ന് ചോദിക്കുകയാണ്. തുടർന്ന് സാഗർ വീടിനകത്തേക്ക് കയറി എല്ലാവരോടും ആ കാര്യങ്ങൾ പറയുകയാണ്. കൃഷ് എനിക്കൊപ്പം വന്നിട്ടില്ല, കൃഷ് പോലീസ് സ്റ്റേഷനിലേക്ക് പോയിരിക്കുകയാണ്, കൺമണിയെ പോലീസ് വിട്ടിട്ടില്ല, അതുകൊണ്ട് കൃഷ് പോലീസ് സ്റ്റേഷനിലുണ്ട് എന്ന് പറയുകയാണ്. തുറന്ന് ആന്റിയമ്മയും സുജാതയും പിന്നെ കൃഷ്ണനോട് അവരെന്തിനാണ് കൺമണിയെ ഇങ്ങനെ തടഞ്ഞു വെച്ചിരിക്കുന്നത്, അവർക്ക് കൺമണിയെ ഇറക്കി വിടാമായിരുന്നില്ലേ എന്ന് ചോദിക്കുകയാണ്. തുറന്ന് സാഗർ ആ കേസിന്റെ കാര്യങ്ങൾ ആന്റിയമ്മയോട് സുജാതയോട് പറയുകയാണ്. പോലീസുകാർ കൺമണിക്ക് ജാമ്യം കൊടുത്തില്ല, ഇനി നാളെ കോടതിയിൽ നിന്നേ ജാമ്യം കിട്ടൂ എന്ന് പറയുകയാണ്. തുറന്ന് ആന്റിയമ്മ നാളെ കോടതിയിൽ നിന്ന് ജാമ്യം കിട്ടിയില്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് ചോദിക്കുമ്പോൾ സാഗർ നാളെ കോടതിയിൽ നിന്നും ജാമ്യം കിട്ടിയില്ലെങ്കിൽ കൺമണിയെ റിമാൻഡിലാക്കും, കൺമണി ജയിലിലേക്ക് പോകേണ്ടി വരുമെന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് ആന്റിയമ്മയും സുജാതി നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് അയ്യോ എന്ന് പറഞ്ഞ് ഇങ്ങനെ വിഷമിച്ച് നിൽക്കുകയാണ്. തുടർന്ന് സാഗർ ഞാൻ കോടതി നടപടിക്രമമാണ് പറഞ്ഞത്, ഇതൊക്കെയാണ് മാക്സിമം സംഭവിക്കാൻ പോകുന്നത്. തുടർന്ന് സാഗർ ആന്റിയമ്മയോടൊരു ചോദ്യം ചോദിക്കുകയാണ്. എനിക്ക് ആന്റിയമ്മയോടൊരു കാര്യം ചോദിക്കാനുണ്ട്. ഇതിന് ശേഷം ആന്റിയമ്മ മാനസയുടെ അച്ഛനെയോ വിളിച്ചിരുന്നോ എന്ന് ചോദിക്കുകയാണ്. അതല്ലെങ്കിൽ അവർ ആന്റിയമ്മയെ ഇങ്ങോട്ട് വിളിച്ചിരുന്നോ എന്ന് ചോദിക്കുകയാണ്. എന്നാൽ അത് കേട്ട് ആന്റിയമ്മ നല്ല ഗൗരവത്തിൽ ഞാൻ എന്തിനാണ് അവരെ വിളിക്കേണ്ടത്, എനിക്ക് അവരെ വിളിക്കേണ്ട കാര്യമില്ല എന്ന് പറയുകയാണ്. തുടർന്ന് സാഗർ പിന്നെ സങ്കടത്തോടു കൂടി പിന്നെ എല്ലാവരോടും കൂടി പറയുന്നത്, കൺമണി ഒരു പെണ്ണായി പോയി, കൺമണിക്ക് പകരം എൻ്റെ മോനായിരുന്നെങ്കിൽ ഞാൻ ഇങ്ങനെ തകർന്നു പോകില്ലായിരുന്നു, അവൻ ജയിലിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ അവന്റെ കയ്യിൽ ഞാൻ ആയുധം വെച്ചു കൊടുത്ത് പകരം വീട്ടാനേ പറയുള്ളൂ, പക്ഷേ ഇപ്പോൾ അങ്ങനെ സാധിക്കില്ല, കാരണം കൺമണി ഒരു പെണ്ണായി പോയി. നമുക്ക് വേണ്ടി കൺമണി ജയിലിൽ കിടക്കുന്ന കാര്യം ഓർക്കുമ്പോൾ തന്നെ എനിക്ക് കരച്ചിൽ വരുന്നു. ഞാനിങ്ങനെ ആ ശ്രീനിയോട് ഇനി എന്താണ് പറയേണ്ടത്, ശ്രീനി ആകെ തകർന്ന് നിൽക്കുകയാണ്, അവരെന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്ന് പോലും എനിക്കറിയില്ല. അലിഗയിലെ ഫയൽ കാണാതായി എന്ന് പറഞ്ഞപ്പോൾ തന്നെ എനിക്കൊരു സംശയം തോന്നിയിരുന്നു, അത് എനിക്കിട്ടുള്ള ഒരു പണിയാകുമെന്ന്, പക്ഷേ അതിൽ കൺമണി കുരുങ്ങുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. പോലീസ് പിടിച്ച് കൺമണിയെ ആണെങ്കിലും അത് ശരിക്കും കൊണ്ടത് എനിക്കാണെന്ന് പറയുകയാണ്. ഇത് എന്റെ തോൽവിയാണ്, അവര് ലക്ഷ്യം വെക്കുന്നത് എന്നെയാണ്. തുടർന്ന് സുജാത ജയമോന്റെയും മാനസിയുടെയും കാര്യം പറയുകയാണ്. അവരെ പോയി കണ്ടിട്ട് എന്ത് സംഭവിച്ചു എന്നാൽ അത് കേട്ട് സാഗർ ഞാൻ അവരെ പോയി കണ്ടു, അവര് നീതി നടപ്പാക്കാൻ പോയിരിക്കുകയാണ് എന്ന് പുച്ഛഭാവത്തോടുകൂടി പറയുകയാണ് സാഗർ. എന്നാൽ അത് കേട്ട ആന്റിയമ്മ അനിയും കൂട്ട എങ്കിൽ പിന്നെ ഞാനൊരു കാര്യം ചെയ്യാം, ഞാൻ അവരെ നേരിട്ട് കണ്ടൊന്ന് സംസാരിച്ചാലോ എന്ന് ചോദിക്കുകയാണ്. എന്നാൽ അത് കേട്ട് സാഗർ ആന്റിയമ്മ ഒരിക്കലും അവരുടെ കാല് പിടിക്കാൻ പോകരുത്, ഞാൻ കൺമണിക്ക് വേണ്ടിയാണ് ഞാൻ അവരുടെ കാല് പിടിക്കാൻ പോയത്, അവരെന്നെ അപമാനിച്ചു വിട്ടു, ചേച്ചിയമ്മ വില മതിക്കുന്നില്ലെങ്കിലും എനിക്ക് ചേച്ചിയമ്മയെ നല്ല വിലയാണ്, എന്റെ ചേച്ചിയമ്മ അവരുടെ കാല് പിടിക്കുന്നത് എനിക്ക് സഹിക്കാൻ സാധിക്കില്ല, അതുകൊണ്ട് ചേച്ചിയമ്മ അവരുടെ കാല് പിടിക്കാനൊന്നും പോകണ്ട എന്ന് പറയുകയാണ് സാഗർ. തുറന്നു കാണിക്കുന്ന പോലീസ് സ്റ്റേഷനാണ്. കൺമണി ഇങ്ങനെ വിഷമിച്ച് ഇങ്ങനെ ഇരിക്കുകയാണെന്നാൽ ഈ സമയത്ത് എസ് ഐ പിന്നെ കോൺസ്റ്റബിളിനോട് ഞാനൊന്ന് ക്വാർട്ടേഴ്സ് വരെ പോവുകയാണ്, ഞാനിങ്ങി നാളെ വരൂ, ഞാൻ പോയെന്ന് കരുതി ആ പുറത്തു നിൽക്കുന്ന കൃഷ്ണ അകത്തേക്ക് കയറ്റി വിടരുത്, കൺമണിയെ കാണാൻ സമ്മതിക്കരുതെന്ന് പറയുകയാണ്. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ താൻ ഈ ജോലിയിൽ ഉണ്ടാകില്ല എന്ന് പറഞ്ഞ് കോൺസ്റ്റബിളിനെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് എസ് ഐ അവിടുത്തെ പോവുകയാണ്.
തുറന്ന് എസ് ഐ നേരെ പുറത്തേക്ക് ചെല്ലുമ്പോൾ അവിടെ കൃഷി ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്. തുറന്ന് എസ് ഐ പിന്നെ കൃഷ്ണ കളിയാക്കുകയാണ്, നീ എന്തിനാണ് ഇങ്ങനെ ഇവിടെ നിൽക്കുന്നത്, നിനക്ക് ഈ സ്റ്റേഷന്റെ അകത്തേക്ക് ഒരിക്കലും കയറാൻ സാധിക്കില്ല, നീ ഇവിടെ വെറുതെ നിന്ന് മഞ്ഞു കൊണ്ടിട്ട് കാര്യമില്ല എന്നൊക്കെ പറഞ്ഞ് കുറെ കളിയാക്കുകയാണ്. ഇത് കളിയാക്കിക്കൊണ്ട് എസ് ഐ അവിടെ നിന്ന് പോവുകയാണ്. തുറന്ന് എസ് ഐ അവിടെ നിന്ന് പോയ ശേഷം കോൺസ്റ്റബിൾ വന്നിട്ട് കൃഷ്ണനോട്, സാറിങ്ങി ഇവിടെ നിൽക്കുന്നത് എന്തിനാണ്, സാറിന് ഒരു കാരണവശാലും അകത്തേക്ക് കയറ്റി വിടരുതെന്ന് പറഞ്ഞുകൊണ്ടാണ് എസ് ഐ പോയിരിക്കുന്നത്, അതുകൊണ്ട് സാറിങ്ങി അകത്തേക്ക് വരരുത്, അതുകൊണ്ട് സാറ് വീട്ടിലേക്ക് പോകുന്നത് തന്നെയാണ് നല്ലതെന്ന് പറയുമ്പോൾ കൃഷി, കുഴപ്പമില്ല, ഞാൻ ഇവിടെ തന്നെ നിന്നോളാം എന്ന് ആ കോൺസ്റ്റബിളിനോട് പറയുകയാണ്. തുടർന്ന് കോൺസ്റ്റബിൾ കൺമണിയുടെ അടുത്ത് കൃഷി പറഞ്ഞ കാര്യം കൺമണിയോട് പറയുകയാണ്. ദേ കൃഷി പുറത്ത് മോൾക്ക് വേണ്ടി കാത്തു നിൽക്കുന്നുണ്ട്, മഞ്ഞുകൊണ്ട് ഇങ്ങനെ വിഷമിച്ച് നിൽക്കുകയാണ്, പാവം നിങ്ങളുടെ രണ്ടുപേരുടെയും നല്ല ദിവ്യപ്രേമമാണല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് കോൺസ്റ്റബിൾ അവിടുന്ന് പോവുകയാണ്. എന്നാൽ അതെല്ലാം കേട്ട് കൺമണിക്ക് ഒരു ആശ്വാസമാവുകയാണ്. തുടർന്ന് കൺമണി പണ്ടത്തെ കാര്യങ്ങൾ കൃഷിയുമായിട്ട് സംസാരിച്ച പഴയ കാര്യങ്ങളെല്ലാം ഓർത്തെടുക്കുകയാണ്. ഇതാണ് ഇന്നലത്തെ പ്രൊമോയിൽ കാണിച്ചത്. അല്ലാതെ കൺമണിക്ക് ജാമ്യമൊന്നും കിട്ടിയിട്ടില്ല. തുറന്ന് കാണിക്കുന്ന വരുണാണ്. വരുൺ ആ വിനയനെ കുറച്ച് കാശ് കൊടുക്കുകയാണ്. വരുൺ മുതലാളി എന്ത് പറഞ്ഞാലും ഞാൻ അത് അതേപടി ചെയ്തു തരാം എന്ന് പറഞ്ഞുകൊണ്ട് ആ കാശും വാങ്ങി അവിടുന്ന് പോവുകയാണ് വിനയൻ. തുറന്ന് വിനയൻ അവിടുന്ന് പോയ ശേഷം വരുൺ പിന്നെ മറ്റു രണ്ട് ഗുണ്ടകളോട്, നാളെ ഞാൻ കൺമണിക്ക് ജാമ്യം എടുത്തു കൊടുക്കും, കൺമണിയുടെ പേരിലുള്ള എല്ലാ കേസും ഞാൻ പിൻവലിപ്പിക്കും, എന്നിട്ട് ഞാൻ എൻ്റെ കൺമണിയെ സ്വന്തമാക്കും. അങ്ങനെ വെറൈറ്റി ഐഡിയാസ് ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് വരുൺ. തുറന്ന് കാണിക്കുന്ന കൃഷാണ്. കൃഷ് നേരം വെളുത്ത് ദേവ്ജിയുടെ വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. അങ്ങനെ 4 ദിവസം മുമ്പ് രാത്രി കൺമണിയെ അറസ്റ്റ് ചെയ്തതിനു ശേഷം ആദ്യമായിട്ട് നേരം വെളുത്തിരിക്കുകയാണ്. തുറന്ന് ദേവ്ജി വന്ന് വാൽ തുറന്നു കൊടുക്കുകയാണ്. തുറന്ന് ദേവ്ജി പിന്നെ കൃഷ്ണോട് എന്തായി കൺമണിയുടെ കാര്യം എന്തായെന്ന് ചോദിക്കുകയാണ്. തുറന്ന് കൃഷ് കൺമണിക്ക് ഇന്നലെ ജാമ്യം കൊടുത്തില്ല എന്ന് പറയുകയാണ്. അതുകൊണ്ട് ഞാൻ ആ പോലീസ് സ്റ്റേഷന്റെ പുറത്ത് രാത്രി ഉണ്ടായിരുന്നു, നേരം വെളുത്തപ്പോൾ ഞാൻ ഒന്ന് ഫ്രഷ് ആക്കാൻ ഇങ്ങോട്ട് വന്നതാണ്, കോടതിയിൽ പോയിട്ട് കൺമണിക്ക് ജാമ്യം എടുക്കണമെന്ന് പറയുകയാണ്. അതിനുവേണ്ടി ഞാൻ നല്ലൊരു വക്കീലിനെ കാണാൻ പോവുകയാണ്. തുറന്ന് ദേവ്ജി പിന്നെ കൃഷ്ണോട്, ഞാനൊരു കാര്യം ചെയ്യട്ടെ, ആ ജയമോഹനെ ഞാനൊന്ന് നേരിട്ട് പോയി കണ്ട് സംസാരിച്ചോലോ. തുറന്ന് കൃഷ്, ദേവ്ജി എന്തായാലും അയാളെ പോയി നേരിട്ട് കണ്ട് സംസാരിക്കേണ്ട, അയാൾ ദേവ്ജി അപമാനിക്കുമെന്ന് പറയുകയാണ്. എന്നെ പലതവണ അപമാനിച്ചതാണ്, അതുകൊണ്ട് ദേവ്ജി ഞാൻ അയാളെ പോയി കാണണ്ട എന്ന് പറയുകയാണ്. എന്തായാലും ഇവിടെ മേരിയായി കാര്യങ്ങളൊക്കെ, ഇനി പ്രതികാരം ചെയ്യുമ്പോൾ എല്ലാത്തിനും ചേർത്ത് നല്ല പലിശ അടക്കം തിരിച്ചു കൊടുത്തോളാം. ഇതും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്.